കരയിപ്പിച്ചു കളഞ്ഞല്ലോ മുത്തേ. സഞ്ജു സാംസണെ പ്രശംസിച്ച് മലയാളം, തമിഴ്, തെലുങ്ക് താരങ്ങൾ. ഒറ്റയാൾ പോരാട്ടത്തിൽ ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിച്ച സഞ്ജു സാംസണിന് അഭിനന്ദന പെരുമഴ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, നിവിൻ പോളി, ഇന്ദ്രജിത്ത്, നസ്രിയ തുടങ്ങി നിരവധി പേരാണ് സഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്. ക്ലാസ്, തനി ആധിപത്യം, ഏറ്റവും വലിയ വേദിയിൽ ഭയമില്ലാത്ത ഒരു പ്രഖ്യാപനം. സെമി ഫൈനലിലേക്ക് മുന്നേറിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അഭിനന്ദനങ്ങൾ മമ്മൂട്ടി കുറിച്ചു. കരയിപ്പിച്ചു കളഞ്ഞല്ലോ മുത്തേ, ബാറ്റിംഗ് അത്യുഗ്രൻ, ആ ശാന്തത അതിലും ഉഗ്രൻ, ജൂഡ് ആൻ്റണി കുറിച്ചു. നമ്മുടെ നാടിനും ഒരു പ്രത്യേകതയുണ്ട്, ആർക്കും തളർത്താനാകില്ല. രാജ്യത്തിന് വേണ്ടി ഇനിയും വലിയ നേട്ടങ്ങൾ കൊയ്യാനാകട്ടെ. സഞ്ജുവിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുറിപ്പ്. സഞ്ജുവിനെ ഇത്രയും ഉജ്ജ്വലമായ ഫോമിൽ കാണുന്നത് ആവേശകരമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയും കഴിവിനെയും വിളിച്ചോതുന്ന തികച്ചും മാസ്റ്റർഫുൾ ആയ ഒരു ഇന്നിങ്സ്. സെമി ഫൈനലിലേക്ക് കുതിച്ചെത്തിയ ഇന്ത്യൻ ടീമിന് ഒന്നടങ്കം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമ്മുടെ പതാക എപ്പോഴും ഉയരത്തിൽ പാറട്ടെ. മോഹൻലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ജൂഡ് ആൻ്റണി, ബേസിൽ ജോസഫ്, സുരാജ് വെഞ്ഞാറമൂട്, അജു വർഗീസ്, തെലുങ്ക് സംഗീത സംവിധായകൻ തമൻ എസ് തുടങ്ങിയവർ നിരവധി പേർ അഭിനന്ദനങ്ങളുമായി എത്തി. ആഷിക് കപൂർ ചിത്രം റൈഫിൾ ക്ലബ്ബിലെ വിജയരാഘവൻ്റെ രംഗത്തിലെ ഡയലോഗും ഇന്നലെ ട്രെൻഡായി. സത്യം പറ ചേട്ടായി, ഇങ്ങനെയൊരു ദിവസം ആഗ്രഹിച്ചിരുന്നില്ലേ? സഞ്ജുവിൻ്റെ ചിത്രത്തിനൊപ്പം ഈ ഡയലോഗും വൈറലായിരുന്നു. മത്സരശേഷം തൻ്റെ ക്യാപ്പ് ഊരി സഞ്ജുവിന് മുന്നിൽ വണങ്ങി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. നല്ല മനുഷ്യർക്ക് നല്ലത് സംഭവിക്കുമെന്നും സഞ്ജുവിൻ്റെ കഠിനാധ്വാനത്തിന് ലഭിച്ച ഫലമാണിതെന്നുമായിരുന്നു സൂര്യകുമാറിൻ്റെ പ്രതികരണം. സൂര്യകുമാർ സഞ്ജുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിൽ മുഴങ്ങിയത് വലിയ ആരവമായിരുന്നു. ക്രിക്കറ്റ് മാച്ചിന് ശേഷം വികാരധീനനായിട്ടായിരുന്നു സഞ്ജു പ്രതികരിച്ചത്. അവസാന പന്തിൽ 4 പായിച്ച് ഇന്ത്യയെ ജയിപ്പിച്ച ശേഷം വികാരധീനനായി സഞ്ജു പിച്ചിൽ മുട്ടുകൾ കുത്തി ഹെൽമറ്റ് അഴിച്ചുമാറ്റി 2 കൈയും ഉയർത്തി ആകാശത്തേക്ക് നോക്കി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങളിലൊന്നാണിത്. ഈയൊരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നതെന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വീകരിച്ച ശേഷം സഞ്ജു പറഞ്ഞു. മത്സരശേഷം തൻ്റെ വൈകാരികമായ ആഘോഷത്തെക്കുറിച്ച് സഞ്ജു ഹോട്ട്സ്റ്റാറിനോടൊക്കെ പ്രതികരിച്ചത്രേ. അതൊരു വലിയ പ്രത്യേക നിമിഷമായിരുന്നു. ഞാൻ വലിയ ദൈവവിശ്വാസിയാണ്. ആ നിമിഷത്തെ വളരെ സ്വകാര്യമായി സൂക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്രമേൽ പ്രിയപ്പെട്ടതാണ്, സഞ്ജു പറഞ്ഞു. ഓപ്പണർ സ്ഥാനത്തിനായി ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും എത്തിയതോടെ പ്ലേയിങ് 11-ൽ നിന്ന് പുറത്തായ സഞ്ജു ഒടുവിൽ കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിച്ച് ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിക്കുകയായിരുന്നു. 196 റൺസ് പിന്തുടരുന്ന വെല്ലുവിളിയായിരുന്നു എന്ന് സഞ്ജു സമ്മതിച്ചു. തുടക്കത്തിൽ മികച്ച സ്കോർ കണ്ടെത്തിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണത് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ ആക്കിയിരുന്നു. ഈഡൻ ഗാർഡൻസിൽ മഞ്ഞുവീഴ്ചയുള്ളപ്പോൾ 190ഓളം റൺസ് പിന്തുടരുന്നത് എളുപ്പമാകുമെന്ന് ഞാൻ കരുതി. എന്നാൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നത് കാര്യങ്ങൾ പ്രയാസകരമാക്കി. അവിടെയാണ് എൻ്റെ പരിചയസമ്പത്ത് തുണച്ചത്. അവസാനം വരെ ക്രീസിൽ നിന്ന് കളി ജയിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സാധാരണയായി നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ എല്ലാ തവണയും അത് നടക്കണമെന്നില്ല. ഈ കളിയിൽ അത് സാധ്യമായതിൽ എനിക്ക് വലിയ നന്ദിയുണ്ട്, സഞ്ജു വ്യക്തമാക്കി.